ശ്രീ മധു ബാലകൃഷ്ണൻ. പി ജയചന്ദ്രനെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്, ആ അതുല്യ പ്രതിഭയെ? ഞങ്ങൾ വളരെ നല്ല ആത്മബന്ധമുള്ള, എനിക്ക് അദ്ദേഹത്തിന് എന്നോടും വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമായിരുന്നു. പറ്റുമ്പോഴൊക്കെ പല വേദികളിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ട് സംസാരിക്കാറുണ്ട്. വളരെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് അദ്ദേഹത്തിന്റെ ഒരു ആരാധകനായിട്ട് തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. കാരണം എന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിന്റെ പാട്ടുകളായിരുന്നു. ഒരു ദിവസം ആരംഭിക്കുന്നത് ജേട്ടൻ ആലപിച്ച പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ആൽബം ഉണ്ട്. അതിലെ വിഘ്നേശ്വര ജന്മനാളികേരം എന്ന് തുടങ്ങുന്ന ഗാനം മുതൽ ആ ആൽബം മുഴുവൻ, അതുകൂടാതെ ചേട്ടൻ പാടിയിട്ടുള്ള സിനിമാ പാട്ടുകൾ, ഇതെല്ലാം എന്റെ അച്ഛൻ എപ്പോഴും വീട്ടിൽ പ്ലേ ചെയ്യുമായിരുന്നു. അപ്പൊ അന്ന് മുതലേ എന്റെ മനസ്സിന്റെ ഉള്ളിൽ കയറി പറ്റിയ ഒരു ശബ്ദവും ഗായകനുമാണ് ജേട്ടൻ. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം അദ്ദേഹമായിട്ട് കൂടുതൽ എടുക്കാൻ പറ്റി. മദ്രാസിൽ വെച്ച് ഞാൻ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. പിന്നെ ഞാൻ സിനിമയിൽ പാടാൻ തുടങ്ങിയതിന് ശേഷം പലപ്പോഴും പല സ്റ്റുഡിയോകളിൽ വെച്ചും വേദികളിൽ വെച്ചും കാണാൻ സാധിച്ചു. പിന്നെ ഞാൻ കടവുള്ള സിനിമയിൽ പാടിയപ്പോ പിച്ചൈ പാത്രമേന്തി വന്നേൻ എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞപ്പോ അത് വളരെ എന്നെ വിളിച്ച് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യും. അത് വളരെ നല്ല ഗാനമാണെന്നൊക്കെ എന്നെ നന്നായിട്ട് പാടിയിട്ടുണ്ട് മധു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് അനുമോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എവിടെ ഏതൊരു ഗായകനും പാടുന്നതിൽ നല്ലത് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അവരെ വിളിച്ച് സംസാരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹം ഏതൊരു സമയത്താണെങ്കിലും എപ്പോഴും അദ്ദേഹം സുശീലാമ്മയെ പറ്റിയും മുഹമ്മദ് റാഫി സാഹിബിനെ പറ്റി എല്ലാം വാദോരാതെ സംസാരിക്കുമായിരുന്നു. അത് അവരുടെ പാട്ടുകൾ എപ്പോഴും പാടി അവർ അപ്പൊ എന്തെങ്കിലും മൂഡ് ശരിയല്ലെങ്കിൽ കൂടി നമ്മൾ സുശീലാമ്മന്നോ അല്ലെങ്കിൽ നമ്മള് മുഹമ്മദ് റാഫി സാഹിബിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ മൂഡൊക്കെ ചേഞ്ചായി അദ്ദേഹം അവരെ പറ്റി അവരുടെ പാട്ടുകൾ പാടി വാദോരാതെ സംസാരിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹം നല്ലൊരു ഭക്ഷണപ്രിയനായിരുന്നു. എപ്പോഴും ദോശ അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ്. ദോശ, വട, അതുപോലെ തന്നെ തൈര് ഒക്കെ അദ്ദേഹം എപ്പോഴും വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫുഡാണ്. ഏത് സമയത്ത് കൊടുത്താലും അദ്ദേഹം കഴിക്കുന്നതിന്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കും. ഞാൻ വിളിച്ചില്ലെങ്കിൽ തന്നെ ചേട്ടൻ എൻ്റെ അടുത്ത് സംസാരിക്കും. കഴിഞ്ഞ മാസം കൂടി ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിരുന്നു. ഇപ്പൊ ഞാൻ ചേട്ടനൊന്ന് പോയി കാണണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ പെട്ടെന്നുള്ള ഈ വിയോഗം. അത് വല്ലാതെ ഒരു ഷോക്കായി പോയി. എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വളരെ നന്ദി ശ്രീ മധു ബാലകൃഷ്ണൻ പ്രതികരിച്ചതിന്.